ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ അനിശ്ചിതത്വത്തിലാണ്. ലീഗ് തണുക്കുമോ എന്ന കാര്യത്തിൽ പോലും ആശങ്കകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പ്രമുഖ ക്ലബ്ബുകൾ അവരുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതോടുകൂടി പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും FDLും തമ്മിലുള്ള മാസ്റ്റേഴ്സ് റൈറ്റ്സ് എഗ്രിമെന്റ് സംബന്ധിച്ച് വ്യക്തമായ ധാരണയിലെത്താൻ കഴിയാത്തതാണ് ഈ പ്രതിസന്ധിക്ക് നിലവിലെ കാരണം. പുതിയ സീസണിലെ കളികളുടെ എണ്ണം, ലീഗിന്റെ ഘടന, സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ധാരണയാകാത്തത് ടീം ഉടമകളെയും കളിക്കാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ISL അതിന്റെ 10ാം സീസണിലേക്ക് കടക്കുമ്പോൾ ഇത്തരം ഒരു പ്രതിസന്ധി നേരിടുന്നത് ആരാധകരെയും നിരാശയിലാക്കിയിട്ടുണ്ട്. IFF നൽകിയ ഉറപ്പ് ഒരുപക്ഷെ ISL എന്ന പേര് മിണ്ടില്ല എന്ന ഈ പ്രതിസന്ധി വർദ്ധിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം IFF ISL ക്ലബ്ബുകളുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ IFF പ്രസിഡന്റ് കല്യാൺ ചൗബ നൽകിയ ഉറപ്പുകൾ ക്ലബ്ബുകൾ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചനകൾ. കഴിഞ്ഞ സീസണിലെ അത്രയും മത്സരങ്ങൾ ഈ സീസണിലും ടീമുകൾക്ക് ലഭിക്കുമെന്നും ലീഗിന് മുൻപായി സെപ്റ്റംബറിൽ സൂപ്പർ കപ്പ് നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൂപ്പർ കപ്പ്, ടോപ്പ് ടയർ ലീഗും രണ്ടും നടക്കും. ആദ്യം നടക്കുക സൂപ്പർ കപ്പ് മത്സരമായിരിക്കും. എത്ര മത്സരങ്ങളാണോ ഈ സീസണിൽ നിങ്ങൾ കളിക്കാനിരിക്കുന്നത് അത്രയും തന്നെ മത്സരങ്ങൾ നടക്കുമെന്ന് ഞങ്ങൾ ക്ലബ്ബുകളോട് പറഞ്ഞിട്ടുണ്ട്. കല്യാൺ ചൗബ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച സമയത്ത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ ടോപ്പ് ടയർ ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ക്ലബ്ബുകൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടില്ല. ഈ ലീഗ് ISL ആണോ അതോ മറ്റൊരു ലീഗാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് ക്ലബ്ബുകളെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഒരു ലീഗ് ടൂർണമെന്റിന്റെ പേര് പോലും പറയാൻ ഫെഡറേഷൻ തയ്യാറാകാത്തത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ചില ക്ലബ്ബുകൾ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സും പിന്നോട്ട്. ലീഗിന്റെ കാര്യത്തിൽ വ്യക്തത വരാത്തതോടെ പല ക്ലബ്ബുകളും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ട്. ബംഗളൂരു FC, ഒഡീഷ FC, ചെന്നൈയിൻ FC തുടങ്ങിയ മുൻനിര ക്ലബ്ബുകളും അവരുടെ പ്രീ സീസൺ കളിക്കാരുമായി പുതിയ കരാറുകൾ ഒപ്പിടുന്നതും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതായാണ് വിവരം. കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള 6 ക്ലബ്ബുകൾ ഇതുവരെ പ്രീ സീസൺ പരിശീലനം പോലും തുടങ്ങിയിട്ടില്ല. ഇത് ടീമിന്റെ തയ്യാറെടുപ്പുകളെയും പ്രതിസന്ധികളെയും പ്രകടനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു ലീഗ് ടൂർണമെന്റ് നടക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തതിനാൽ സൂപ്പർ കപ്പിനായി മാത്രം ഒരു ടീമിനെ ഒരുക്കുന്നത് സാമ്പത്തികപരമായി നഷ്ടമുണ്ടാക്കുമെന്നാണ് ക്ലബ്ബ് ഉടമകൾ പറയുന്നത്. താരങ്ങളെ കരാറിൽ എത്തിക്കുന്നതും പരിശീലന ക്യാമ്പുകൾ നടത്തുന്നതിനും വലിയ തുക ചെലവാക്കേണ്ടി വരും. ലീഗില്ലാത്ത സൂപ്പർ കപ്പിൽ മാത്രം പങ്കെടുത്താൽ ഈ ചെലവുകൾ തിരിച്ചുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സൂപ്പർ കപ്പിന് മാത്രമായി ഒരു ടീമിനെ ഒരുക്കാൻ ടീം ഉടമകൾ മടിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ പരമാധികാരികളായ IFFും ISLന്റെ സംഘാടകരായ FDLും തമ്മിലുള്ള കരാറാണ് മാസ്റ്റേഴ്സ് റൈറ്റ്സ് എഗ്രിമെന്റ്. ഈ കരാർ അനുസരിച്ച് ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന ടിയർ ലീഗായ ISLനെ കണക്കാക്കുന്നു. എന്നാൽ ഈ കരാറിലെ ചില നിബന്ധനകളെക്കുറിച്ചും ISLന്റെ ഘടനയെക്കുറിച്ചും IFF ക്ലബ്ബുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന്റെ പുതിയ സീസൺ സാധാരണയായി സെപ്റ്റംബറിലാണ് ആരംഭിക്കാറ്. എന്നാൽ ഈ അനിശ്ചിതത്വം കാരണം എല്ലാ പദ്ധതികളും താളം തെറ്റിയിരിക്കുകയാണ്. കളിക്കാർക്കും പരിശീലകർക്കും ഭാവി കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. ഒരു പുതിയ കരാറിലോ ധാരണയിലോ എത്താൻ ഇരുകൂട്ടരും വൈകുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ISL ആരാധകർക്കും ക്ലബ്ബ് ഉടമകൾക്കും കളിക്കാർക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നത് എത്രയും പെട്ടെന്ന് ഈ തർക്കം പരിഹരിച്ച് ഒരു വ്യക്തമായ തീരുമാനത്തിൽ എത്തുക എന്നതാണ്. IFF ക്ലബ്ബുകളുമായി തുറന്ന ചർച്ചകൾ നടത്തുന്നതും അവരുടെ ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ ഫുട്ബോൾ ലീഗിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഈ അനിശ്ചിതത്വം അത്യധികം ദൗർഭാഗ്യകരമാണ്. ISL നടക്കുമോ എന്ന കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തത വരുത്താൻ IFF തയ്യാറാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയാകും.